ഹലോ ഗൈസ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ദിവസവും ഞങ്ങൾ ഇതുപോലെ പുതിയ പുതിയ വീടുകളുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങൾക്കായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തായി കളമശ്ശേരി ന്യൂ ആൾസ് ലോ കോളേജിൽ നിന്നും വെറും 750 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിലാണ്. ഇതിലെ നല്ലൊരു 3 BHK വീടിൻ്റെ, അതും ലോ ബഡ്ജറ്റായി നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഞങ്ങളെ ഫോളോ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ലൊക്കേഷനിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ ദൂരവും, ന്യൂ ആൾസ് ലോ കോളേജിലേക്ക് 750 മീറ്റർ മാത്രം ദൂരവും, തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 750 മീറ്റർ മാത്രം ദൂരവും, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, തേവക്കൽ ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. 3.5 സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1700ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മനോഹരമായ ഗേറ്റുമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മനോഹരമായൊരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല മനോഹരമായി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. വലിയൊരു കോർണർ സൈസ് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. ഡൈനിങ് സ്പേസിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം സ്പേഷ്യസ് ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടിയിലെല്ലാം ഷെൽഫുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. നമുക്ക് കാണാം നല്ല വിശാലമേറിയ ഒരു ഏരിയയാണിത്. അടുത്തായി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഓപ്പൺ കിച്ചൺ കൗണ്ടറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. മനോഹരമായ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ചിമ്മിനി എല്ലാം, അതും നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ഗ്യാരണ്ടിയുള്ള ഒരു ഇലക്ട്രിക് ചിമ്മിനി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ വാട്ടർ സോഴ്സായി വരുന്ന കിണർ വെള്ളം KWA കണക്ഷനുമാണ്. നമുക്ക് കാണാം നല്ല ധാരാളം വെള്ളമുള്ള ഒരു കിണറാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൈകൊണ്ട് തന്നെ കോരിയെടുക്കാവുന്ന അത്ര തന്നെ വെള്ളം നമുക്ക് ഈ കിണറിൽ കാണുന്നുണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇൻറ്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകാൻ മറന്നിട്ടില്ല. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ ഇവിടെയും ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്യാരണ്ടി, ഒരു 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് ഇവിടെ ബാത്റൂമിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ നമുക്ക് കാണാം സ്റ്റെയർകേസ് എല്ലാം മനോഹരമായ രീതിയിലാണ് ടഫ് ആൻഡ് ഗ്ലാസും അതേപോലെ തന്നെ വുഡൻ ഫിനിഷിലുള്ള ഹാൻഡ് റെയിലുകളെല്ലാം നൽകിയിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു.
പറുകോളകളെല്ലാം വാളുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് എപ്പോഴും ലഭിക്കുന്ന ഒരു രീതിയിലാണ് ഇതെല്ലാം മനോഹരമാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യവും ഇവിടെയും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ലൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കൺസീൽഡായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം ക്ലോസറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. എക്സോസ്റ്റ് സൗകര്യം നൽകിയിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ്, അതായത് തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യവും ഇവിടെയും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഈ ബാത്റൂമിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. മനോഹരമായ ഒരു ബാൽക്കണിയും ഒരു യൂട്ടിലിറ്റി ഏരിയയും ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 70 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് 100% ലോണും ഞങ്ങൾ നൽകുന്നതാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.